മനുഷ്യ ബോംബിനാൽ കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രിയുടെ വധക്കേസിലെ പ്രതികളൊരാളായ വേറൊരാളിനെ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിസാഹസികമായി കസ്റ്റഡിയിലെടുത്തെന്ന്. വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇന്നലെ വൈകുന്നേരമാണ് വേറൊരാളിനെ അന്വേഷണ സംഘം വളഞ്ഞു പിടിച്ചതെന്ന്. LTTയുടെ ഉറച്ച പ്രവർത്തകനും ബോംബ് വിദഗ്ധനുമായ വേറൊരാളാണ് മനുഷ്യ ബോംബായി പൊട്ടിത്തെറിച്ച തനുധരിച്ച ബെൽറ്റ് ബോംബ് നിർമ്മിച്ചതെന്ന് പോലീസ്. വേറൊരാളിന്റെ അറസ്റ്റോടുകൂടി രാജീവ് വധക്കേസിലെ പ്രതികളിലേക്കും നിർണായക തെളിവുകളിലേക്കും അന്വേഷണ സംഘം എത്തിച്ചേർന്നെന്ന്. നമ്മുടെ മോനെ കസ്റ്റഡിയിലെടുത്ത് 8 ദിവസം കഴിഞ്ഞപ്പോഴാണോ ഇങ്ങനൊരു വാർത്ത വന്നത്? ഇത് സത്യത്തിനോ നീതിക്കോ നിരക്കുന്നതാണോ? നമ്മൾ ചതിക്കപ്പെടുകയാ. പോലീസിനെ വിശ്വസിച്ച് നമ്മൾ വിഡ്ഢികളാ. ഇന്നത്തെ സകല മാധ്യമങ്ങളിലെ വാർത്തയതാ. പത്രങ്ങളിൽ, ടിവിയിൽ, റേഡിയോയിൽ എല്ലാം പോലീസുകാർ തയ്യാറാക്കി കൊടുക്കുന്ന കഥകൾ അച്ചടിച്ച് വിടുകയാണവർ. അതല്ല സത്യമെന്നും 8 ദിവസം മുമ്പ് നമ്മുടെ മുന്നിൽ വെച്ച അറിവിനെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയി തന്നു. എന്തുകൊണ്ട് നമുക്ക് പൊതുമക്കളോട് പറഞ്ഞുകൂടാ? അത്ഭുതം. നമ്മളിപ്പോ രാജീവ് ഗാന്ധി ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിയുടെ മാതാപിതാക്കള്. പോലീസിന്റെയോ ഭരണകൂടത്തിന്റെയോ നീതിപീഠത്തിന്റെയോ സമൂഹത്തിന്റെയോ ദയയോ സഹതാപമോ അർഹിക്കാത്തവർ. വീടിന് പോലീസ് കാവല. ആരൊക്കെ വരുന്നു പോകുന്നു എന്നറിയാൻ. പോലീസ് പറയുന്നത് കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രിയുടെ ആരാധകർ വീടാക്രമിക്കാതിരിക്കാനെന്നാ. നമുക്കറിയരുതോ നമ്മുടെ മോൻ നിരപരാധിയാണെന്ന്? ഇവിടെ എന്റെ ചേലത്തുമ്പി തൂങ്ങി നടന്ന മോൻ തമിഴ് പുലിയാണെന്ന്. ഒരു പൂച്ചയെ കണ്ടാ പേടിച്ച് വീട്ടിൽ കയറുന്നവൻ തമിഴ് പുലിയാണെന്ന് പോലീസും ഭരണകൂടവും ചമയ്ക്കുന്ന കഥകൾക്കനുസരിച്ച് നമ്മുടെ മോനെ അവർ കൊല്ലട്ടെന്നോ? എനിക്ക് പറ്റില്ല. അങ്ങനെ എന്റെ കുഞ്ഞിനെ കൊല്ലി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. നമുക്ക് വക്കീലിനെ കാണാം. സാധ്യമാകുന്നതൊക്കെ ചെയ്യാം. നീ കരയാതെ. ഈ വാർത്ത വന്ന ശേഷം പഠിപ്പിച്ച കുട്ടികൾ ഉൾപ്പെടെ ചുറ്റും നിൽക്കുന്നവരൊക്കെ അപരിചിതരെ പോലെ, ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടവനെ പോലെ ബെൽറ്റ് ബോംബ് ഉണ്ടാക്കിയവരുടെ അച്ഛൻ. പോലീസ് കസ്റ്റഡിയില. കഴിഞ്ഞ 8 ദിവസമായി. എന്തിനാ? എന്ത് കുറ്റം ചെയ്തിട്ട്? ഇല്ല, കുറ്റം ചെയ്യില്ല. എനിക്ക് അറിവിനെ കാണണം. എനിക്ക് അറിവിനെ കാണണം സാർ. ഇതെല്ലാം പോയി കള്ളം. അമ്മ 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 എനിക്ക് അറിവിനെ കാണണം. സ്വന്തം സങ്കടങ്ങൾക്ക് പരിഹാരമില്ലാതെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ ശാന്തമാക്കാനോ കഴിയാതെ പിടയുമ്പോഴാ ഈ കുട്ടി. കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങൾ ശ്രമിക്കുക. അറിവിനെ കാണാൻ ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധം അവൻ അകലെയാ. ആയുധങ്ങൾക്കും പോലീസിനും നടുവിൽ. കടവുളേ, കോവിലിലെ ദേവനല്ലവാ നീ, എന്നാസൈ തോഴനല്ലവാ നീ, എന്നാസൈ തോഴനല്ലവാ.
കൊഞ്ചി കൊഞ്ചി പേശിവാ നെഞ്ചം കിള്ളി പാടിവാ അഞ്ചാമലൻ കൂടെവാ കാതിൽ കവിതൈ പാടിവാ എൻ കനവിൽ നീ താനേ എൻ വാഴ്വിൽ നീ താനേ കടവുൾ നമ്മിതയത്തെ ചേർത്തു வைத்தாயே കടവുൾ നമ്മിതയത്തെ ചേർത്തു வைத்தாயே മല്ലികை തോട്ടത്തിൻ മാർഗഴി തിങ്കളേ ചെന്തമിഴ് പേസും സുന്ദരിയേ ഉയിരേ എന്നുയിരേ ഞാനൊക്കെ നിസ്സഹായനാണ്. എങ്ങനെയും നിന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുക എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തൃപ്തി നൽകുന്ന ഉത്തരം. ഞാൻ CBIയിലെ ഒരു സാധാരണ പോലീസുകാരനാണ്. എൻ്റെ മകന് നിന്റെ പ്രായമാണ്. പക്ഷെ ഇവിടെ സെന്റിമെന്റ്സ് ഒന്നും യാതൊരു വിലയുമില്ല. നീ കുറ്റം സമ്മതിക്കാതിരുന്നാൽ നിന്നെ അവർ കൊല്ലും. എനിക്കറിയില്ല സാർ, ഞാൻ ചെയ്യാത്ത കുറ്റം എങ്ങനെ സമ്മതിക്കാനാ? മുകളിൽ നിന്ന് ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള കേസാ. ഇവിടെ കുറ്റവാളികളെയല്ല ആവശ്യം, പ്രതികളെയാ. നീ ഇതുവരെ അനുഭവിച്ചതിനേക്കാളൊക്കെ അപ്പുറം പീഡകൾ. അതൊക്കെ സഹിക്കാനുള്ള കൈക്കൊണ്ടോ നിനക്ക്? ഉറങ്ങാൻ അനുവദിക്കാതെ, ആഹാരവും വെള്ളവും തരാതെ, കൊടിയ ശാരീരിക പീഡനങ്ങളിലൂടെ നിന്നെ അവർ കൊല്ലും. ഇവിടെ കസ്റ്റഡി എടുത്ത് ഇതിനോടകം എത്ര പേർ മരിച്ചുപോയി എന്ന് നിനക്കറിയുമോ? നിന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് കസ്റ്റഡിയിൽ എടുത്ത കൊടിയക്കരെ ഷൺമുഖം CBIയുടെ രേഖയിൽ അവൻ ഇവിടെ നിന്ന് ഓടിപ്പോയതിനു ശേഷം തൂങ്ങി മരിച്ചു എന്നാ. മരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിത്തൂക്കും. എന്നിട്ട് അങ്ങനെ ഒരു കഥ. മർദ്ദനമേറ്റ് മരിച്ചാലോ 2 ബുള്ളറ്റ് കൂടി പാഴാക്കും. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പേരറിവാളൻ എന്ന കൊടും കുറ്റവാളി വെടിയേറ്റ് മരിച്ചു. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആട്ടെ, നിന്റെ വീട്ടുകാരൊക്കെ എങ്ങനെ? നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോടതിയിൽ പോവില്ലേ? കേസ് വാദിക്കില്ലേ? അപ്പാവുക്കും അമ്മാവുക്കും ഒക്കെ അറിയാം ഞാൻ നിരപരാധിയാണെന്ന്. നീ കുറ്റം സമ്മതിച്ചേക്കുക. അടി മേടിക്കാതിരിക്കാൻ അറിവേ അതേ ഒരു മാർഗമുള്ളൂ. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് രേഖപ്പെടുത്തുന്ന കുറ്റസമ്മതം ഒഴിക്കൂ. കോടതി മുറിയിൽ വില ഉണ്ടാവില്ല. മർദ്ദനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ, നീ ജീവനോടിരിക്കാൻ വേണ്ടിയാ. നിന്നെ കൊല്ലാക്കൊല ചെയ്യുന്നതിൽ പങ്കാളിയാവാൻ ഇനിയും വയ്യാത്തത് കൊണ്ടാ. പോലീസുകാരന്റെ മനസാക്ഷിക്കുത്ത്. അതിനപ്പുറം ഒരു സഹായത്തിനും കഴിയില്ല. അവരോടൊപ്പം നിന്ന് ഞാൻ നിന്നെ അടിക്കും. അവര് പറയുന്നത് എന്ത് ചെയ്യും? ചെയ്തേ പറ്റൂ. ഇവൻ ഇന്നും നമ്മളെ വിയർപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ? എടോ, തീ കൂട്ട. ഇവനെ ഇന്ന് ചുട്ടെടുക്കുക. തീക്കനലിന് മുകളിൽ നിർത്തിയ ഇവനെ ഇന്ന് ചോദ്യം ചെയ്യുന്നത്. പറയടാ, മനുഷ്യ ബോംബായി പൊട്ടിത്തെറിച്ച് തനു ധരിച്ചിരുന്ന ബെൽറ്റ് ബോംബ് നീ ഉണ്ടാക്കിയതല്ലേ? അതെ സാർ.
ബെൽറ്റ് ബോംബ് ഉണ്ടാക്കിയത് നീയാ? അതെ സാർ. മൊഴി രേഖപ്പെടുത്തിക്കോളൂ. അതിന് വേണ്ടുന്ന ട്രെയിനിങ് നിനക്ക് എവിടുന്നാ ലഭിച്ചത്? LT2 ക്യാമ്പിൽ നിന്ന്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എത്തിച്ചെന്ന ആരാണ്? ഞാൻ തന്നെ വാങ്ങുകയായിരുന്നു സാർ. ബാക്കറിയും മറ്റും വാങ്ങുമ്പോൾ നിനക്ക് അറിയാമായിരുന്നോ അത് രാജീവ് ഗാന്ധിയെ കൊല്ലാൻ ബെൽറ്റ് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് വാങ്ങുന്നതെന്ന്? അറിയാമായിരുന്നു. മനഃപൂർവമായ നരഹത്യ. നിനക്ക് ട്രെയിനിങ് ലഭിച്ച ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആളാണോ തനു? അതെ സാർ. ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്തതിന് ശേഷമാണോ തമിഴ് പുലികളുമായി ബന്ധമുണ്ടായത്, അതോ അതിനു മുൻപോ? അതിനുശേഷം എന്നെഴുതിയാൽ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്തത് തന്നെ ഈ ഉദ്ദേശത്തോടെയാണെന്ന് എഴുതുക.